ഇപ്പോൾ ഇറാന്റെ നാവികസേനയുടെ കമാൻഡർ പറഞ്ഞിരിക്കുന്ന ശക്തമായൊരു വെല്ലുവിളിയാണ് അമേരിക്കൻ നാവികസേനയ്ക്കെതിരെ അദ്ദേഹം ഉയർത്തിയിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത്, ഹോർമസ് കടലിടുക്കിലൂടെ ഏത് കപ്പലുകൾക്കും പോകാനുള്ള അനുമതി ഞങ്ങൾ നൽകും. ഏത് കപ്പലായാലും ശരി, നിങ്ങൾ ചെയ്യേണ്ട ഒരൊറ്റ കാര്യം, നിങ്ങൾക്ക് എസ്കോർട്ടിന് വേണ്ടി അമേരിക്കയുടെ മുദ്മിറ അല്ലെങ്കിൽ അമേരിക്കയുടെ ഡിസ്ട്രോയറുകളെ നിങ്ങളുടെ കൂടെ ഇങ്ങോട്ട് എത്തിച്ചു തന്നാൽ മാത്രം മതി എന്നാണ്. നിങ്ങൾക്ക് സുരക്ഷിതമായി യാത്ര ചെയ്യാൻ ഞങ്ങൾ അനുവദിക്കും. ഞങ്ങൾക്ക് ആവശ്യം അമേരിക്കയുടെ ഡിസ്ട്രോയറുകളെയാണ്. അതുകൊണ്ട് എസ്കോർട്ട് സുരക്ഷ ഏർപ്പെടുത്താൻ വേണ്ടി അമേരിക്കയുടെ ഏതെങ്കിലും കപ്പലുകളെ ഹോർമുസ് കടലിടുക്കിന്റെ ഭാഗത്തേക്ക് നിങ്ങൾ എത്തിച്ചു തന്നാൽ മാത്രം മതി. നിങ്ങളുടെ കപ്പലുകൾക്ക് സുരക്ഷിതമായി പോകാൻ ഞങ്ങൾ അനുമതി നൽകുമെന്നാണ്. അത്രയും വലിയ ഒരു വെല്ലുവിളി ഇനി ലോകത്ത് അമേരിക്കക്ക് മുന്നിൽ ഉയർത്താൻ ലോകത്തൊരു ശക്തിയും ഇല്ല എന്ന് തന്നെ നമ്മൾ പറയേണ്ടി വരും. കഴിഞ്ഞ ദിവസം അമേരിക്കക്കുണ്ടായ വലിയ നാശനഷ്ടങ്ങൾ, പക്ഷേ അതൊക്കെ ഇറാനാണ് അപകടപ്പെടുത്തിയത് എന്ന് പറയാനുള്ള മാനനഷ്ടം, അഭിമാന പ്രശ്നം മാത്രമാണ് അമേരിക്ക മുന്നിലുള്ളത്. 600 കോടിയിലധികം രൂപ വരുന്ന ഒരു വിമാനമാണ്, ടാങ്കർ വിമാനമാണ് കഴിഞ്ഞ ദിവസം ഇറാഖിന് മുന്നിൽ തകർന്നു വീണത്. അതിനു മുമ്പ് F-15 വീഴുന്നു. അങ്ങനെ പക്ഷെ ഇതിനെല്ലാം അതിൻ്റെതായ കാരണങ്ങൾ അമേരിക്ക കണ്ടെത്തുകയാണ്. ഒന്ന്, അമേരിക്കയുടെ വിമാനവാഹിനി കപ്പലിൽ തീ ഉയർന്നപ്പോൾ പറഞ്ഞത് അത് കരണ്ട് ഷോട്ട് ആയതുകൊണ്ട് സംഭവിച്ച ഫയറാണ് എന്നാണ്. ഈ വിമാനങ്ങൾ തകർന്നു വീഴുമ്പോൾ അത് വിമാനങ്ങൾ കൂട്ടിയിടിച്ചതാണ് എന്നാണ്. അല്ലെങ്കിൽ അമേരിക്കയുടെ തന്നെ വിമാനങ്ങൾ തമ്മിൽ അറിയാതെ അങ്ങോട്ടും ഇങ്ങോട്ടും മിസൈൽ ആക്രമണം നടത്തി പെട്ടുപോയതാണ് എന്നാണ്. ഇനിയിപ്പോൾ അമേരിക്കക്ക് തന്നെ പതനം വന്നു പോയാൽ ഒരു പക്ഷെ അത് കുടുംബ പ്രശ്നമാണ് എന്ന് അമേരിക്ക വ്യാഖ്യാനിക്കുമോ എന്നാണ് ലോകം ഇപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായിരുന്നാലും വലിയൊരു ദുരന്തത്തിലേക്കാണ്, ആഴക്കടലിലേക്കാണ് ട്രംപ് അമേരിക്കയെ എത്തിച്ചിരിക്കുന്നത്. ഇതിൽ നിന്ന് രക്ഷപ്പെടാനും കഴിയുന്നില്ല, എന്നാൽ അതിൽ മുന്നോട്ട് പോകാനും കഴിയുന്നില്ല. വെളഞ്ഞിയിൽ തൊട്ട പോലെ എന്ന് ഞങ്ങളുടെയൊക്കെ നാട്ടിൽ പറയുന്നത് പോലെ ഇത് തൊട്ട് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് കുടുങ്ങിയിരിക്കുകയാണ്. കരകയറാൻ പല ശ്രമങ്ങളും നടത്തി നോക്കുന്നുണ്ട്. ഒരു ചർച്ചയ്ക്ക് ഇറാനെ ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷെ ഇറാൻ അതെല്ലാം തിരസ്കരിക്കുകയാണ്, റിജക്ട് ചെയ്യുകയാണ്. അത് കാരണത്താൽ കരകയറാൻ കഴിയാത്ത രീതിയിൽ അമേരിക്ക നിലയില്ലാത്ത വെള്ളത്തിലാണ് ഇപ്പോഴെന്ന് പറയേണ്ടി വരും.